ഓൺലൈൻ തട്ടിപ്പ് കേസിൽ KSU മുൻ നേതാവ് അറസ്റ്റിൽ. OLX വഴി ശേഖരിച്ച ആളുകളുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ജിതിൻ ടി വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. എസ്കോർട്ടിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ഗോൾഡ് കാർഡ് എന്നിവ തട്ടിയെടുത്തു എന്നും ആരോപണമുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, എത്ര വലിയ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്? വിവരങ്ങൾ. പിന്നെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ ഈ ജിതിൻ ടി വർഗീസ് ഓൺലൈനിലൂടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സ്ത്രീ എന്ന വ്യാജേന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അതിലൂടെ പരസ്യം നൽകി നിരവധി പേരെ കബളിപ്പിച്ച സംഭവത്തിലാണ് അടൂർ പറക്കോട് വയല സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരൻ ജിതിൻ ടി വർഗീസിനെ പന്തളം പോലീസ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഞ്ജലി ഹരിദാസ് എന്ന പേരിൽ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അതിലൂടെ മെയിൽ എസ്കോർട്ടിനെ ജോലിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ സമീപിക്കുകയും അവർ സമീപിക്കുന്ന ആളുകളിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണം ഈടാക്കുകയും, അതായത് ഈ പറയുന്ന OLX വഴി വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ വൗച്ചർ കൂപ്പണുകൾ ഉപയോഗിച്ച് അത് കൈക്കലാക്കുകയും അതിലൂടെ ഈ സാമ്പത്തിക ക്രമക്കേട് ആളുകൾക്ക് വരുത്തുകയുമാണ് ഈ ജിതിൻ ടി വർഗീസ് ചെയ്തത്. ജിതിൻ ടി വർഗീസ് KSUവിന്റെ മുൻ നേതാവ് കൂടിയാണ്. ഈ സംഭവത്തിൽ പോലീസ് സൈബർ പോലീസ് സ്വമേധയാ എടുത്ത കേസിൽ കൂടിയാണ് ഇപ്പോൾ പന്തളം പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജിതിൻ ടി വർഗീസ് ഇത്തരത്തിൽ നിരവധി ആളുകളെ ഏതെങ്കിലും രീതിയിൽ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുള്ള പ്രതിയെ 2 ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനായിട്ടാണ് പോലീസിന്റെ തീരുമാനം. ദിൽന. ശരി, ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.